ടീസറും ട്രെയിലറൊക്കെ വെറും 10%. പടം അതിനേക്കാൾ 100 ഇരട്ടി എടുക്കും. സത്യത്തിൽ ഞാൻ സാധാരണ ഹിന്ദി പടമൊന്നും കണ്ടാൽ കരയുന്നതല്ല, ഇത് ഭയങ്കരമായിട്ട് കണ്ണിന്ന് ഷോ അങ്ങനെ കാണാനുണ്ടോ? SRK ഷോ കാണാനായിട്ടൊന്നുമില്ല, ബട്ട് SRK ഓസം. ഷാറുഖ് ഖാൻ ഫുൾ ആൻഡ് ഫുൾ ഷാറുഖ് ഖാൻ ഷോ, വൺ മാൻ ഷോ. പത്താനും ജവാനൊക്കെ കാട്ടിയും ഫാർ ബെറ്റർ ആണ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വർഷത്തെ 2 ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം എത്തുന്ന കിങ് ഖാൻ ചിത്രം ഡങ്കി. അപ്പോൾ ക്രിസ്മസ് ക്ലാഷിൽ നമ്മുടെ സലാറിന് ഭീഷണിയാകുമോ ഡങ്കി എന്ന് കണ്ടിറങ്ങിയ ഓഡിയൻസിനോടൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ ഡങ്കി റിവ്യൂലേക്ക്. ടീസറും ട്രെയിലറൊക്കെ വെറും 10%. പടം അതിനേക്കാൾ 100 ഇരട്ടി എടുക്കും. എങ്ങനെയാണ്, കോമഡി ആണോ അതോ? ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാണ്, പഴയ ഷാറുഖ് ഖാൻ സെറ്റപ്പ് ആണോ? പഴയതല്ല, പുതിയ ഒരു രാജ്കുമാർ ഇറാൻ ടച്ച് ഉണ്ട്. ഫുള്ള് സ്റ്റോറി കണ്ടപ്പോൾ ഒരു CIA ആ ഒരു ലെവലാന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ SRK ഏറ്റേഴ്സ് കുറേ പേരുണ്ട്, അവർ പറഞ്ഞു വരുത്തുന്നതാണ്. പടം കിട്ടില്ല, ഹെവി കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് മറ്റേ ഡങ്കിങ് അതിലോട്ട് നമ്മളെ സലാറിനോട് ക്ലാഷ് വെക്കുന്ന ഒരു അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഡങ്കി വളരെ നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരുവിധം ആവറേജ് ആണ്, ഒരുപാട് നല്ല കോമഡിയൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി അവർ പുള്ളി ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇമോഷണലാണ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ സാധാരണ ഹിന്ദി പടമൊന്നും കണ്ടാൽ കരയുന്നതല്ല, ഇത് ഭയങ്കരമായിട്ട് കണ്ണിന്ന് കരച്ചിൽ. ഷാറുഖ് ഖാൻ്റെ ഭയങ്കരമായ പെർഫോമൻസ്. ഷാറുഖ് ഖാൻ മറ്റേതൊക്കെ മാസം അടിയും ഇടിയൊക്കെ അല്ലേ ഉള്ളൂ, ഇത് ഷാറുഖ് ഖാൻ എന്ന ആക്ടർ ഭയങ്കരമായിട്ട്, ഷാറുഖ് ഖാന്റെ ആക്ടിങ് തന്നെയാണ് മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. നമ്മുടെ ഷാറുഖ് ഖാൻ ഫാൻസിനെ കയറ്റുമോ അതോ ഫാമിലി ഓഡിയൻസിനെ കയറ്റുമോ? ഫാമിലി ഓഡിയൻസ് ആണ് ഇത് ഫാൻസിന് മാസമൊന്നും അല്ല, ഇത് കാണുന്ന ഒരു വളരെ നല്ലൊരു മൂവി. എന്നുവെച്ചാൽ ഭയങ്കര ഹാർട്ട് ഫിൽട്ട് ആവുന്ന ഒരു മൂവി. അതിൻ്റെ ഒരു തീം തന്നെ പോകുമ്പോൾ കുറേയൊക്കെ CIAയുടെ ഒക്കെ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അതുമായി റിലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഒരു ആവറേജ് ഫീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പിക്കൽ ക്ലീഷേ പോലെയൊക്കെ തോന്നി. ടിപ്പിക്കൽ സ്റ്റോറി ആയിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. കോമഡി വർക്കൗട്ട് ആയതാണോ? പഴയ കോമഡിയൊക്കെ തന്നെയാണ്, ഒന്ന് മാറ്റി തിരിച്ചിട്ടെന്നേ ഉള്ളൂ. പുള്ളിയുടെ പടങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു തരം ഇതുണ്ടല്ലോ, ബോഡി ഷേമിംഗ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫീൽ ചെയ്തു. SRKയുടെ പെർഫോമൻസിലോട്ട് വരുമ്പോഴായിരുന്നു, പക്ഷേ ബെറ്റർ എന്നൊന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ ഒരു ക്രിസ്മസ് ക്ലാഷിനുള്ള ഒരു ലെവലില്ല. ഉറപ്പായിട്ടും പടം കുഴപ്പമില്ല. പത്താനും ജവാനൊക്കെ കാട്ടിയും ഫാർ ബെറ്റർ ആണ് പെർഫോമൻസ് വൈസ് പുള്ളിക്കാരുടെ. പിന്നെ എന്തോ രാജ്കുമാർ ഇറാനീൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ അത്ര കുറേ ചിലതൊക്കെ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ അത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, കണ്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു എന്തോ ഒരു മിസ്സിംഗ്. സെക്കൻഡ് ഹാഫാണ് പടം സത്യം പറഞ്ഞാൽ. ഇമോഷനാണോ പ്രാധാന്യം മെയിനായിട്ട്? സെക്കൻഡ് ഹാഫ് ഇമോഷണലാണ്. തുടക്കം കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് പോയെങ്കിലും ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് തൊട്ട് ഇമോഷണലായിട്ട് വന്നു. കുഴപ്പമില്ല, പക്ഷേ എന്താ ഒരു ചെറിയ മിസ്സിങ്. പുള്ളിക്കാരൻ്റെ മുമ്പത്തെ വർക്ക് പോലെ അത്ര ഇതില്ല. കോമഡിയാണോ? ഡ്രാമ. എങ്ങനെയുണ്ടായി സിനിമ? നല്ല സിനിമയാണ്, ഡ്രാമയായിരുന്നു കൂടുതലും. ലൈക്ക് നല്ല ഫണ്ണി സിനിമയായിരുന്നു. പിന്നെ ഇമോഷൻസും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല ലൈക്ക് എൻഡിങ് ഒക്കെ നല്ല ഇമോഷണലായിരുന്നു. അത്തരത്തിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഫുൾ എൻഗേജിങ് ആണോ? ലൈക്ക് ഒരു ഫാമിലി മൂവിയാണ്, നല്ല രീതിക്ക് എന്റർടൈൻ ചെയ്യാനും. ഇങ്ങനെ മാസ് മസാല സിനിമയൊന്നും അല്ല, പക്ഷെ നല്ല എന്റർടൈനിങ് ആണ്. എങ്ങനെയുണ്ടായി സിനിമ? എങ്ങനെയാണ് പഴയ ഒരു സ്റ്റോറി വൈസും മേക്കിങ്ങും കാര്യങ്ങളൊക്കെ? മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി ടൈപ്പ് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഒരു ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. SRK ഷോ അങ്ങനെ കാണാനുണ്ടോ? SRK ഷോ കാണാനായിട്ടൊന്നുമില്ല, ബട്ട് SRK ഓസം. എങ്ങനെ PK ലെവലൊക്കെ ആ ഒരു മൂഡിലാണ് പടം പോകുന്നത്? സ്ലോ ആയിട്ട് തമാശയൊക്കെ അങ്ങനെയാണ്? ഫുള്ള് കോമഡി, സ്ലോ ബേസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്റർടൈനറും ഉണ്ട്, ത്രില്ലിംഗ് ആണ്. ഓക്കെ. ഷാരൂഖ് ഖാൻ്റെ ഇപ്പോൾ ഇറങ്ങിയ ജവാൻ, പട്ടാൻ പോലത്തെ സിനിമകൾ കണ്ടിട്ട് ഇതൊന്നും കാണരുത്. ഇത് കുറച്ചുകൂടെ പഴയ ഷാരൂഖ് ഖാനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണ്. നല്ല ഇമോഷണൽ ആയാലും എല്ലാ കാര്യം നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മളെ റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു സോഷ്യൽ നല്ലൊരു മോറലും കൊടുക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് കോമഡി മെയിനായിട്ട്? കോമഡി ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ആ സ്റ്റോറി ഡെപ്തിലേക്ക് ഇറങ്ങും, ഇമോഷണൽ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ആ ഒരു ഇമോഷണലി നല്ലൊരു. അപ്പോൾ ഷാറുഖ് ഖാൻ്റെ ഒരു പടം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് എങ്ങനെയായിരിക്കും ഇത്? ജവാനും പത്താനും പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഉള്ളതല്ല, പഴയ വിൻറ്റേജ് ഷാരൂഖ് ഖാനാണ്, വിൻറ്റേജ് SRK ആണ് തിരിച്ചെത്തിയത്. അടിപൊളിയായിരുന്നു, നല്ല പടമായിരുന്നു, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. സാധാരണ നമ്മൾ PK മറ്റേ 3 Idiots ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല ഫീൽ ഗുഡ്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ഉണ്ടായിരുന്നു, ബാക്കി നല്ല ഫീൽ ഗുഡ് പടമായിരുന്നു. ഷാറുഖ് ഖാൻ ഫുൾ ആൻഡ് ഫുൾ ഷാറുഖ് ഖാൻ ഷോ, വൺ മാൻ ഷോ. അങ്ങനെ മാസ് പടമല്ല, നല്ല ഫീൽ ഗുഡ് ക്ലാസ് പടം, 100% മനസ്സ് നിറയ്ക്കുന്ന ഒരു പടം. ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ക്ലാഷിലേക്കുള്ള ബോളിവുഡിൽ നിന്നുള്ള ആദ്യ എൻട്രി കിടിലൻ റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ ചിത്രം. അപ്പോൾ ഡങ്കി കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി നേര് വരാനുണ്ട്, അപ്പോൾ നേരിൻ്റെ റിവ്യൂ കാണാം.